Hello everyone, welcome back to Aptics Academy. So in this video we are going to discuss some സെറ്റിന്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 30ഓളം ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓരോ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് കയ്യിലൊരു പേപ്പർ വെക്കുക. എന്നിട്ട് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണെന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഏറ്റവും അവസാനം വീഡിയോയുടെ എൻഡ് ആകുന്ന സമയത്ത് എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഒന്ന് കോമന്റ് ചെയ്യുക കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് തുടങ്ങാം. ഞാൻ ഓരോ ക്വസ്റ്റ്യനും വായിച്ചതിന് ശേഷം 5 സെക്കൻഡ് ഗ്യാപ്പ് തരും. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ആൻസർ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കൂടുതൽ സമയം വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Auto education or self-education is emphasized by idealist, naturalist, realist, pragmatist. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് എഴുതിയെടുക്കുക. So the answer is naturalist. Option B ആണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. Second question is, which among the following is not a part of traditional Indian culture? ശ്രദ്ധിക്കുക, ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ധർമ്മ ആൻഡ് കർമ്മ, കോൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്, പീസ് ആൻഡ് നോൺ വയലൻസ്, റീസ്ട്രക്ചറിംഗ് ഓഫ് വാല്യൂസ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. റീസ്ട്രക്ചറിംഗ് ഓഫ് വാല്യൂസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതാരാണ് സ്റ്റേറ്റ് ചെയ്തതെന്നാണ് പറയേണ്ടത് കേട്ടോ. മ്യൂസിക് ഇസ് എ മോറൽ ലോ. ഇറ്റ് ഗിവ്സ് സോൾ ടു ദ യൂണിവേഴ്സ്, വിങ്സ് ടു ദ മൈൻഡ്, ഫ്ലൈ ടു ദ ഇമാജിനേഷൻ ആൻഡ് ചാം ആൻഡ് ഗൈഡ് ടു ലൈഫ് ആൻഡ് ടു എവറിഥിങ്. 4 ഓപ്ഷൻ ഉണ്ട്. ഗാന്ധിജി, എസ് രാധാകൃഷ്ണൻ, പ്ലേറ്റോ, രവീന്ദ്രനാഥ് ടാഗോർ. ആരാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? യെസ്, യുവർ ആൻസർ വാസ് റൈറ്റ്. പ്ലേറ്റോ ആണ്. ഓപ്ഷൻ സി പ്ലേറ്റോ ആണ് കറക്റ്റ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കോൺസെപ്റ്റ് ഫോർമേഷൻ ഇൻവോൾവ്സ്. 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആബ്സ്ട്രാക്ഷൻ ഓൺലി, ആബ്സ്ട്രാക്ടിങ് ഓൺലി, ജനറലൈസേഷൻ ഓൺലി, ബോത്ത് ആബ്സ്ട്രാക്ടിങ് ആൻഡ് ജനറലൈസേഷൻ, നീദർ ആബ്സ്ട്രാക്ടിങ് നോർ ജനറലൈസേഷൻ. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ആബ്സ്ട്രാക്ടിങ് മാത്രമാണോ, ജനറലൈസേഷൻ മാത്രമാണോ, അല്ലെങ്കിൽ രണ്ടും കൂടെ ആണോ, അല്ലെങ്കിൽ രണ്ടും അല്ല എന്നാണോ? യെസ്, ഓപ്ഷൻ സി ബോത്ത് ആബ്സ്ട്രാക്ടിങ് ആൻഡ് ജനറലൈസേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് നോക്കുക. ചൈൽഡ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് CAT ഫോർ പേഴ്സണാലിറ്റി മെഷർമെന്റ് വാസ് ഡെവലപ്ഡ് ബൈ. ആരാണ് CAT എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്? ഹോളണ്ട് ആണോ, സ്കിന്നർ ആണോ, മുറേ ആണോ, ബെല്ലാക് ആണോ? 5th ക്വസ്റ്റ്യൻ ആണ്. ഏതാണെന്ന് നോക്കുക. യെസ്, ഓപ്ഷൻ ഡി ബെല്ലാക് ആണ് കറക്റ്റ് ആൻസർ. അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. സോ ഇത് നിങ്ങൾക്ക് 5 സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് ടൈം എടുക്കുക, അതിനുശേഷം മാത്രം കമന്റ് ചെയ്യുക കേട്ടോ. ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്നത് മോഡൽ ഓഫ് ഇന്റലക്ട്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, മൾട്ടി ഫാക്ടർ തിയറി, ഇമോഷണൽ ഇന്റലിജൻസ്. ലിസ്റ്റ് 2 കൊടുത്തിരിക്കുന്നത് തൊണ്ടായി, ഗിൽഫോർഡ്, ഗോൾമാൻ, ഗാർഡനർ. അപ്പൊ അതിന്റെ ഓരോ ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. A2, B4, C1, D3 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഇത് ഏതാണ് നോക്കുക. ഇതിൽ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് കേട്ടോ. ഇവിടെ സി എന്നുള്ള ഓപ്ഷൻ മാറിയിട്ടുണ്ടാവും. സി താഴെയുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആൻസർ നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. A2, B4, C1, D3 എന്നുള്ളത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 7th ക്വസ്റ്റ്യൻ നോക്കുക. ഔട്ട് ഓഫ് ദ ഫോളോയിങ് which alternative shows characteristics of the formal operational stage given by Jean Piaget? Object permanence in children. The child gains an understanding of principles such as conservation. The child acquires reversible thinking ability. Creates several forms of logical thought. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ക്രിയേറ്റ് സെവറൽ ഫോംസ് ഓഫ് ലോജിക്കൽ തോട്ട് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫോം ഓഫ് റിസർച്ച് ടിപ്പിക്കലി കണ്ടക്ടഡ് ബൈ പ്രാക്ടീഷണേഴ്സ് ടു ഹെൽപ്പ് ദം സോൾവ് ലോക്കൽ പ്രോബ്ലംസ്. അപ്പൊ പ്രാക്ടീഷണേഴ്സ് ലോക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന
ഒരു മെത്തേഡ് എന്താണെന്നുള്ളതാണ്. ഏത് റിസർച്ച് ആണ് യൂസ് ചെയ്യുന്നത്? ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണോ, ബേസിക് റിസർച്ച് ആണോ, ആക്ഷൻ റിസർച്ച് ആണോ, എക്സ്പെരിമെന്റൽ റിസർച്ച് ആണോ? ഓപ്ഷൻ സി ആണ്, ആക്ഷൻ റിസർച്ച് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 9th question നോക്കാം. The unsuccessful achievement of certain skills lead to inability to perform as expected at certain stages. They are known as എന്താണ്? ടാസ്ക് ആണോ, ഹസാർഡ് ആണോ, ഡിസോർഡർ ആണോ, സ്റ്റേജ് ആണോ? ഓപ്ഷൻ എ ആണ്, ടാസ്ക് ആണ് റൈറ്റ് ആൻസർ. 10th question നോക്കുക. ഏരിയ ഓഫ് ഫിലോസഫി ദാറ്റ് ഡീൽസ് വിത്ത് ദ നേച്ചർ ആൻഡ് ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ നോളജ് ഇസ് അക്സിയോളജി, മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റമോളജി, തിയോളജി. അപ്പൊ ഏരിയ ഓഫ് ഫിലോസഫി ദാറ്റ് ഡീൽസ് വിത്ത് നേച്ചർ ആൻഡ് ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ നോളജ് ആണ്. അക്സിയോളജി ആണോ, മെറ്റാഫിസിക്സ് ആണോ, എപ്പിസ്റ്റമോളജി ആണോ, തിയോളജി ആണോ? എപ്പിസ്റ്റമോളജി ആണ് അല്ലെ. എപ്പിസ്റ്റമോളജി ഒറിജിനുമായി ബന്ധപ്പെട്ടതാണ്. എപ്പിസ്റ്റമോളജി ആണ് റൈറ്റ് ആൻസർ വരുന്നത് കേട്ടോ, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If an 8th standard student understands the logical connection between ideas and concepts, which of the following life skill does he demonstrate? Problem solving, critical thinking, creative thinking, effective communication. അപ്പൊ 8ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് ഐഡിയാസും കോൺസെപ്റ്റും തമ്മിലുള്ള ആ ഒരു ലോജിക്കൽ കണക്ഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഏത് സ്കില്ലാണ് ആൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷൻസിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് അല്ലെ. ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് ആൻസർ. 12th question നോക്കുക. ഇവോൾവിംഗ് എ ഹ്യൂമൻ ലേണിംഗ് സൊസൈറ്റി ത്രൂ ദ അഡ്വാൻസ്മെന്റ് ഓഫ് നോളജ്, വിച്ച് നാഷണൽ ഏജൻസി പുട്ട് ഫോർവേഡ് ദിസ് വിഷൻ? ഏത് നാഷണൽ ഏജൻസി ആണ് ആ ഒരു മുകളിൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അത് തന്നിട്ടുള്ളത്? NIEPA, CABE, CSSE, RIE. 12th question നോക്കുക, ഏതാണ് ഓപ്ഷൻസ് എന്നുള്ളത് നോക്കുക. ഓപ്ഷൻ എ NIEPA ആണ് റൈറ്റ് ആൻസർ. 13th question നോക്കുക. Curricular inputs are implicitly provided to learner by the organization through various means is known as. Curricular ഇൻപുട്ടുകൾ ആർ ഇംപ്ലിസിറ്റ്ലി പ്രൊവൈഡ് ടു ലേണർ. ഒരു ഓർഗനൈസേഷൻ ലേണർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കരിക്കുലർ ഇൻപുട്സ് ത്രൂ വേരിയസ് മീൻസ്, ഡിഫറെന്റ് ആയിട്ടുള്ള വഴിയിലൂടെ, അതിനെന്താണ് പറയുന്നത്? കോർ കരിക്കുലം ആണോ, നൾ കരിക്കുലം ആണോ, ഹിഡൻ കരിക്കുലം ആണോ, ഓവേർട്ട് കരിക്കുലം ആണോ? ഓപ്ഷൻ സി, ഹിഡൻ കരിക്കുലം ഇസ് ദ റൈറ്റ് ആൻസർ. കൺസിസ്റ്റൻസി ഓഫ് എ മെഷറിംഗ് ടൂൾ ഇസ് നോൺ ആസ്. എന്താണ് മെഷറിംഗ് ടൂളിന്റെ കൺസിസ്റ്റൻസിനെ പറയണത്? ആക്യുറസി ആണോ, വാലിഡിറ്റി ആണോ, റിലയബിലിറ്റി ആണോ, ആപ്ലിക്കബിലിറ്റി ആണോ? റിലയബിലിറ്റി ആണ് റൈറ്റ് ആൻസർ. അതിനെ വിശ്വസിക്കാൻ പറ്റുക, റിലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. 15th question is, digital audio content distributed over the internet is known as. ഡിജിറ്റൽ ഓഡിയോ കോണ്ടന്റ്, ഇന്റർനെറ്റിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിജിറ്റൽ ഓഡിയോ കോണ്ടന്റിന് ഈ കോണ്ടന്റ് ആണോ, പോഡ്കാസ്റ്റ് ആണോ, വ്ലോഗ് ആണോ, ഡിജിറ്റൽ ഡയറി ആണോ? ഓപ്ഷൻ ബി, പോഡ്കാസ്റ്റ് ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് 16th question നോക്കുക. 11th November is celebrated as National Education Day of India from. നവംബർ 11-ാം തീയതി നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയി പ്രഖ്യാപിച്ചത് ഏത് വർഷം മുതലാണ്? ഓപ്ഷൻ എ 2008, ബി 1961, സി 1956, ഡി 2002. ഓപ്ഷൻ എ 2008 is the right answer. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഐഡന്റിഫൈ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ഫോർ പ്രൊമോട്ടിംഗ് ക്രിയേറ്റിവിറ്റി ഇൻ ക്ലാസ് റൂം. ഏതാണ് ക്രിയേറ്റിവിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സ്ട്രാറ്റജി? ഏതാണ്? ബ്രെയിൻ സ്റ്റോമിംഗ് ആണോ, ലെക്ചറിംഗ് ആണോ, പിയർ ട്യൂട്ടറിംഗ് ആണോ, ഡിസ്കഷൻ ആണോ? ഓഫ് കോഴ്സ് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. അതുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എപ്പോഴും അവരുടെ അടുത്ത്
ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ബ്രെയിൻ സ്റ്റോമിംഗ് ഇസ് ദ റൈറ്റ് ആൻസർ. 18th question is for assessing the predictive behavior of students, which of the following is the most appropriate test? ഏത് ടെസ്റ്റ് ആണ് ഒരു സ്റ്റുഡന്റിന്റെ ബിഹേവിയർ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, പ്രൊഗ്നോസ്റ്റിക് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ് അല്ല കേട്ടോ, ടെസ്റ്റ് പെർഫോമൻസ് ടെസ്റ്റ്. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി പ്രൊഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് റൈറ്റ് ആൻസർ. 19th question, in asynchronous e-learning communication between the participants occur ഓഫ്ലൈൻ ആണോ, ഓൺലൈൻ ആണോ, ഫേസ് ടു ഫേസ് ആണോ, വിർച്വൽ എൻവയോൺമെന്റ് ആണോ? അസിൻക്രോണസ് നടക്കുന്നത് ഓഫ്ലൈൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ ഓഫ്ലൈൻ ആണ് റൈറ്റ് ആൻസർ. 20th question നോക്കുക. Which of the following outlines a methodology to rank institutions across the country? NAC, NAC, AICTE, NIRF. 4 റാങ്കിങ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. 4 നമുക്ക് പരിചയമുള്ള റാങ്കിങ് ആണല്ലേ. അപ്പോ അക്രോസ് ദ കൺട്രി റാങ്കിങ് കൊടുക്കുന്നത് ഏതാണ്? NIRF ആണ് കേട്ടോ. NAC അല്ല, NAC NAC അല്ല, AICTE അല്ല, NIRF ആണ്. NIRF is the right answer. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1ഉം 2ഉം കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും, അതുകൊണ്ട് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. LMS, RUSA ഇവാലുവേഷൻ കൗൺസിലിംഗ്, റേറ്റിംഗ് സ്കെയിൽ, എക്ലറ്റിക്, ഹയർ എഡ്യൂക്കേഷൻ, മോഡൽ. So the answer is B. A4, B3, C, D1, C1, D2 എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി is the right answer. ഇനി 22nd question നോക്കുക. Identify the correct statement. Planning is essential requirement for a good administration. Educational administration involves optimum use of resources. 1 മാത്രമാണോ, 2 മാത്രമാണോ, 1ഉം 2ഉം ആണോ, 1ഉം 2ഉം അല്ല? 1 only, 2 only, both 1 and 2, neither 1 nor 2. Answer is C, both 1 and 2. RPWD Act came into force in ഏത് വർഷമാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നത്? 1995, 2004, 2009, 2016. 2016 is the right answer. Reducing the environmental impact of technology is known as supercomputing, green computing, e-waste management, carbon emission technology. അപ്പോൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് ടെക്നോളജി കുറയ്ക്കുന്നതിന് എന്താണ് പറയുന്നത്? ആൻസർ ഇസ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. മറക്കരുത്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഓപ്ഷൻ ബി ആണ്. FIACS stands for 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം, ഫ്ലാൻഡേഴ്സ് ഇൻഫർമേഷൻ അനാലിസിസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് ക്ലാസ് റൂം സിസ്റ്റം, ഫ്ലാൻഡേഴ്സ് ഇൻഫർമേഷൻ അനാലിസിസ് ക്ലാസ് റൂം സ്ട്രാറ്റജി. അപ്പൊ ഏതാണ് FIACSന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്? Option A is the right answer. Flanders Interaction Analysis Category System. 26th question നോക്കുക. The mode of grading where grades are given based on predetermined cutoff levels is known as dash grading. Permanent, absolute, relative, temporary. ഗ്രേഡ്സും പ്രീഡിറ്റർമൈൻ ചെയ്ത കട്ട് ഓഫിന്റെ ലെവലിൽ ഗ്രേഡ്സിനെ കൊടുക്കുന്ന രീതിക്ക് എന്താണ് പറയുന്നത്? എന്ത് ടൈപ്പ് ഓഫ് ഗ്രേഡിംഗ് ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. Answer is B, absolute. 27th question നോക്കുക. Which of the following is not true in the case of institutional planning? Consider Fels needs optimum utilization of resources prepared by a particular institution's limited utilization of resources. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ? നോട്ട് ട്രൂ ആണ് കേട്ടോ. നോട്ട് ട്രൂ ആണ്, ട്രൂ അല്ല, നോട്ട് ട്രൂ ആണ്. ഓപ്ഷൻ ഡി ലിമിറ്റഡ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 28th question നോക്കുക. ക്ലാസ് റൂം മാനേജ്മെന്റ് ഇസ്
imposing discipline, punishing the students in the classroom, allow student freedom in classroom, providing safe and comfortable learning environment. അപ്പോൾ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്താണ്? ഓപ്ഷൻ ഡി, പ്രൊവൈഡിംഗ് സേഫ് ആൻഡ് കംഫർട്ടബിൾ ലേണിംഗ് എൻവയോൺമെന്റ് ആണ് ക്ലാസ് റൂം മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 29th question നോക്കുക. In educating the differently able students, IEP is integrated education program, inclusive education package, inclusive individual education plan, interesting educational program. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ സി, ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ ആണ് റൈറ്റ് ആൻസർ. 30th question നോക്കുക. ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ് റിലേറ്റഡ് ടു എറിക്സൺ സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് തിയറി. അതിൽ ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിനെ അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ ഓർഡറിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അതായത് 1 ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്, 3 ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, 4 ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, 2 ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. അപ്പൊ ഇതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് നോക്കിക്കേ എത്രത്തോളം സ്കോർ നിങ്ങൾക്ക് 30ൽ കിട്ടിയിട്ടുണ്ടെന്ന്. കിട്ടിയ മാർക്ക് താഴെ കോമെന്റിൽ മെൻഷൻ ചെയ്യുക. ഇഫ് യു വാണ്ട് ഫ്രീ ക്ലാസ്സസ്, ക്വസ്റ്റ്യൻസ്, അതുപോലെ പേപ്പർ 1 ജനറൽ പേപ്പറിന്റെ കാര്യങ്ങള്, ഓൺലൈൻ എക്സാം, മോക്ക് ടെസ്റ്റുകൾ, ഈ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർ മോർ ഇൻഫർമേഷൻ പ്ലീസ് DM us. താഴത്തൊരു കോമെന്റ് കൊടുക്കുക. വിൽ ഗെറ്റ് ബാക്ക് ടു യു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമ്മൾ ഇതൊരു സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച്.